എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് വൈക്കം ബേസ് ചെയ്തിട്ട് എനിക്കൊരു സിനിമ വേണമെന്നുള്ളത്. ഞാൻ എപ്പോഴും പറയും ആ പടമൊക്കെ ചെയ്യാണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒന്നും സ്വസ്ഥോട് കൂടാ, അലഞ്ഞ് തിരിഞ്ഞ് ഞാൻ നടക്കും. ഇങ്ങനെ മറ്റേ പണ്ടൊരു സമയമൊക്കെ നോക്കാൻ നേരത്ത് പറയത്തില്ലേ, ആരെങ്കിലും ഇതൊരു പടം ചെയ്യണം ഇല്ലെങ്കിൽ ആത്മാവ് ഇവിടുന്ന് വിട്ടുപോലെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ക്രൈസാണ്. കാരണം ഒന്നുമില്ലായ്മ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഒരു പടം എങ്ങനെ ചെയ്യേണ്ടൊക്കെ ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പടം ചെയ്യാതെ മരിച്ചു പോയില്ലേ, ഒന്നും പറ്റില്ലേ, ആ മനുഷ്യനായാലും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നെയൊക്കെ ആകുമ്പോൾ മറ്റേ ഹോമമൊക്കെ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഉറപ്പല്ലേ ചില സമയത്ത് ഈ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് മറ്റേ നമ്മുടെ ആചാരപ്രകാരം മറ്റേ മുളക് തലക്കി ഒഴിഞ്ഞിട്ട് അടുപ്പിലിട്ട് കഴിഞ്ഞാൽ പൊട്ടും. എന്റെ DJയാ, രണ്ടെണ്ണം എടുത്താൽ മതി, ഫുള്ള് DJ പടപടേന്ന് പറഞ്ഞാൽ പൊട്ടണം. അപ്പൊ ഞാൻ പറയും എന്റെ ദൈവം അപ്പൊ വല്ലതും ചെയ്തിട്ടുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരൻ ഈ പറഞ്ഞ പകുതി പേരൊക്കെ കൂടെയുള്ള ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നവരെ കല്യാണം കഴിച്ചു പോയി. പിന്നെ അവന്മാരായിട്ടൊന്നും വലിയ ഈ പറഞ്ഞ പോലെ ചാടി നിന്നിരുന്ന ആൾക്കാരെല്ലാം ഒതുങ്ങി. ഇപ്പൊ ഇനി ഞങ്ങൾ കുറച്ചുപേരും കൂടെ ഉള്ളൂ ഇനി. പിന്നെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ കുറച്ച് ചേട്ടന്മാരാണ് ഞങ്ങളുടെ ആശ്വാസം. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളിവിടെ ഉണ്ട്, നമ്മൾ മറ്റേ ഇൻസ്റ്റാഗ്രാം റീലി കാണത്തില്ലേ, ഗേൾസ് ഗ്യാങ് 90, 20, 21, 90 ആ ഒരു ഏജ് വരും. ഞങ്ങളുടെ സ്ഥിരം കമ്പനി ഞാൻ ഇവൻ ഞങ്ങൾ 27 വയസ്സ്, ഒരു വേറെ ചേട്ടനുണ്ട്, പുള്ളി 40 വയസ്സ്, പ്രതീക്ഷേട്ടൻ. പിന്നെ വേറെ ചേട്ടനുണ്ട് തമ്പി എന്ന് പറഞ്ഞ പുള്ളി 38 വയസ്സ്. പിന്നെ ജിത്തു എന്ന് പറഞ്ഞ ഞങ്ങളുടെ ക്യാമറാമാൻ, ഞങ്ങളുടെ ഫ്രീലാൻസ് ക്യാമറാമാൻ. അവനാണ് ഫ്രീ ആയിട്ട് വന്നെല്ലാം ചെയ്യണം. അപ്പം അവൻ അപ്പം അതന്നെ DJ ക്യാൻഡിഡ് വെഡിങ്സ് കറക്റ്റ് ഫോട്ടോ വീഡിയോഗ്രാഫറാണ്. അവൻ 32 വയസ്സ്. പിന്നെ വേറെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവനൊരു 29 വയസ്സ്. അങ്ങനെ മിക്സ്ഡാ. പക്ഷെ അതിനിടയിൽ ഈഗോ ഇല്ല, ഒന്നുമില്ല, രസം. അവർ ഞങ്ങളെ ചില സമയത്ത് ഞങ്ങളിങ്ങനെ തോന്നും നിങ്ങൾക്ക് ഇത്ര നാണമില്ലേ. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചാൽ ആർക്കെങ്കിലും കഴിക്കാൻ തന്നെ വേണമെന്ന് ചോദിച്ചപ്പം ഈ 40-39 വയസ്സുള്ള ചേട്ടന്മാർ എനിക്ക് മഞ്ഞലൈസ് മതി. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ ചില സമയത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ ഭയങ്കര ഡൗൺ ആയിട്ട് നിങ്ങളോടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ കുറേ കണക്ഷൻ. ഞങ്ങളെപ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കൂടുതലും കഥകളെ പറ്റി ആയിരിക്കും സംസാരിക്കുക. സത്യം പറഞ്ഞാൽ ഒരു 10-20 കണ്ടന്റ് ഒരു ദിവസമൊക്കെ പ്ലാൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കൂട്ടായ്മ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ. അതെ, അത് വ്യാപകമായിട്ടുണ്ട്. അതായത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഞാനിപ്പം 2-3 പോയ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അവന്മാരാണെങ്കിലും ഇതേ ഒരു മൂഡില് കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇതിന്റെ മേക്കിംഗ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് പ്രശാന്ത് ഏട്ടൻ എന്ന് പറഞ്ഞ നരിവേട്ടയിലൊക്കെ ഉള്ള പ്രശാന്ത് മാധവ്, ആട്ടത്തിലൊക്കെ ഉള്ള ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനും ആ ഗ്യാങ്ങിലുണ്ട്, അവരുടെ കൂട്ടത്തിലുണ്ട്. എന്ന് വെച്ചാൽ ചേട്ടനും ഇതേപോലത്തെ കഥകളും പരിപാടിയൊക്കെ കേട്ട് വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഇപ്പൊ എല്ലായിടത്തും വ്യാപകമായിട്ടുണ്ട്. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എഡിറ്റർ, ഒരാൾ ലൊക്കേഷൻ മാനേജറായിട്ട് നല്ല കിണ്ണനായിട്ട് വർക്ക് ചെയ്യും, ഒരാൾ നല്ല പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഞാൻ എഴുതും, അത്യാവശ്യം കുഴപ്പമില്ല ഡയറക്റ്റ് ചെയ്യും, മറ്റവനൊക്കെ അങ്ങനെ ഒരു കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു വൈബിൽ കണക്റ്റഡ് ആണ്. പക്ഷേ ബോണ്ടിങ് ഭീകരമാണ്. പക്ഷെ ഗേൾസിന് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര അവർ ഏജ് കാറ്റഗറി മറ്റേ ഇത് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണ്ടായിരുന്നു. അത് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വൈബിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചീത്ത പറയാൻ നിൽക്കത്തില്ലല്ലോ, അവർ നമ്മുടെ അടുത്തും പറയത്തില്ല. സത്യം പറഞ്ഞാൽ അവർ ചേട്ടൻ കളിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ അവരുടെ നിൽക്കണം, റെസ്പെക്റ്റ് ചോദിച്ചു മേടിക്കാൻ പറ്റത്തില്ല. അവർ നമ്മുടെ അടുത്ത്, പക്ഷെ നമുക്ക് നല്ല റെസ്പെക്റ്റാണ്. ഞാൻ അങ്ങനത്തെ കമ്പനി ഞങ്ങൾക്ക് കൂടുതലുള്ളത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പോയി കരയാൻ പറ്റുന്ന ഒരു സ്പേസ്. ഞാനൊക്കെ അവരുടെ അടുത്ത് ഞാൻ പക്ക ഓപ്പൺ അപ്പ് ആയിരിക്കും. വേറെ എല്ലായിടത്തും ഞാൻ മസിൽ പിടിച്ചേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫീൽഡിൽ എനിക്ക് നല്ല ചീത്തപ്പേര, നല്ല പേരൊന്നുമില്ല എനിക്ക്. ഞാൻ അറിയാം, ഉപദ്രവിച്ചിട്ടൊന്നുമല്ല, അഹങ്കാരമാണ്. എന്നെ അറിയാത്തൊരു പറയും എനിക്ക് ഭയങ്കര അഹങ്കാരം എന്ന് പറയും. ഞാൻ എന്ത് ചേട്ടാ എനിക്കറിയത്തില്ല, എൻ്റെ നേച്ചർ ഇങ്ങനെയാണ്. ചുമ്മാ എന്താ വർത്തമാനം എന്ന് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നല്ല മൂടി പോകും. പക്ഷെ അങ്ങനെ പറയുന്നവരുടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഏതൊരു കണ്ടന്റ് കേട്ടപ്പോൾ അതിനിടയിൽ ഇവൻ മൊത്തം ഉടായിപ്പാ, ഇവൻ വെറുതെ ഒരു കഴിവില്ലാതെ ഇവൻ ഇങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇട്ടേക്ക്. അപ്പം എനിക്ക് ചിരി വന്നു. എന്നിട്ട് കണ്ട് ഞാൻ പുള്ളി പ്രൊഫൈൽ എടുത്ത് നോക്കി. പുള്ളി ഒരു വീഡിയോക്കകത്ത് പാട്ട് പാടിയിട്ടുണ്ട്, ട്രാക്ക് ഇങ്ങനെ പുള്ളി ഇങ്ങോട്ട് പോണേ. അപ്പം തന്നെ ഞാൻ അടുത്തത് പുള്ളി ലാലേട്ടനായിട്ട് മാഗി മറ്റേത് ചെയ്യുന്ന പോലെ ഇത് എൻ്റെ അടുത്ത്
പുള്ളി അത് ഫിഗറൊക്കെ വെച്ചിട്ട് ചെയ്തൊക്കെ വരച്ച് പിരിവൊക്കെ വരച്ചിട്ടൊക്കെ ചെയ്യുന്നു. വേറെന്നത്തെ പുള്ളി ഡാൻസ് കളിക്കുന്നുണ്ട്. സാമജവര ഗമന റോസാപ്പൂക്കെ ആയിട്ട്. പക്ഷെ റീച്ച് കാണും. ഇല്ല സാധാരണ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കുറെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, കോമാളിത്തരം കാണിക്കും, പക്ഷെ റീച്ച് കിട്ടും. ഇത് അതുപോലും അല്ലെന്ന്. ഇത് നമുക്ക് ആ ആളാണ് നമ്മളെ, ഞാൻ പറയണത് കമൻ്റൊക്കെ ഇടുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടാൽ നന്നായിരിക്കും. മേ ബി ട്രൈ ചെയ്തിട്ട് ഫെയിലറായി പോയതായിരിക്കും, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി നമ്മൾ കാണിക്കുന്നതായിരിക്കാം. അങ്ങനെ ആണെന്നില്ല. നമ്മളൊരിക്കലും നമ്മളല്ലാണ്ട് നിൽക്കുന്നില്ലല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് ബ്രോ വന്നിട്ട് അശ്വൻ ചേട്ടാ നമുക്കൊരു വീഡിയോ ആണെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തരാമെന്ന് ഞാൻ പറയത്തില്ല, കാരണം എനിക്കറിയില്ല നിങ്ങളുടെ. അപ്പോൾ ഞാൻ ഒട്ടനവധി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശേഷം എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ എൻ്റെ അടുത്തുകൊണ്ട് നിനക്ക് നീ അഹങ്കാരമാണെന്നൊക്കെ പറയും. ഞങ്ങൾ കൂത്താട്ടുള്ളത് അടിച്ചു പോയി കഴിഞ്ഞപ്പം ഒരു പുള്ളി എന്നെ നിന്ന് കൂവുക. ഞാൻ സ്റ്റേജിൽ കയറിയ സമയം തൊട്ടേ നിന്നൊരു കൂവുക. പട്ടിയൊക്കെ നാണം കേട്ടോ അവിടെയുള്ള എന്ന് വെച്ചാൽ അതുപോലെ കൂവുക. കൂവി 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 സ്പോട്ട് ഡബ് തുടങ്ങി കഴിഞ്ഞപ്പോൾ കൈയടി വരാൻ തുടങ്ങി, ഗ്രാഫ് മാറി തുടങ്ങി. അപ്പം ഭയങ്കര വിജയൊക്കെ വന്നപ്പം എന്നെ അഞ്ചൽ കൂടി ഇറക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും നല്ല ഭീകര ഐഡി കഴിഞ്ഞപ്പോഴേക്കും അതിനിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം നമുക്ക്. പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പരിപാടി ഇഷ്ടപ്പെട്ടോ ഓഡിയൻസിനോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് പോവുക 10-15 മിനിറ്റ് പോയിക്കൊണ്ടിരിക്കും. ആകുമ്പം താങ്ക് യു ചേട്ടാ, ചേട്ടന് ഇങ്ങനെ കൂവിയതിന് സപ്പോർട്ട്, അതാണ് എൻ്റെ എനർജി എന്ന് പറഞ്ഞു. എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എന്നെ അറിയത്തില്ല, ഏതോ ചേട്ടൻ ഒറ്റ ഒരെണ്ണം മോന്തയ്ക്ക് ഇട്ട് കൊടുത്ത്, ഒറ്റടി മോന്തയ്ക്ക് ഇട്ട് കൊടുത്ത്. എനിക്ക് എന്നെ കാര്യം ചോദിച്ചു. അവർ തമ്മിൽ പ്രശ്നമായി. കമ്മിറ്റിക്ക് എടുത്തിട്ട് ഇടിച്ചു പുള്ളിനെ, ഇടിച്ചു. എൻ്റെ പരിപാടി ചിലപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടോ അത് എനിക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് കിട്ടിയ ആ ചേട്ടന്മാരെ എന്നെ ഇപ്പോഴും വിളിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ, നീ അവിടെ ചെയ്യാണ്ടിരുന്ന നീ ഡൗൺ ആയി പോയേനെ, നീ അവിടെ അതുകൊണ്ട് നീ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നിൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ചേട്ടന്മാരുണ്ട്. കൂത്താട്ടുള്ളത് ഇവർ പള്ളിയിൽ, അത് ജാസി ഗിഫ്റ്റിൻ്റെ ഷോ ആയിരുന്നു. അത് അങ്ങനെ ചെയ്യാൻ പറ്റി. അങ്ങനെ ആൾക്കാർ വരും. നമ്മളത് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ അടുത്ത് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും ഒരു കാര്യമില്ല, നിർത്താൻ പോകുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരെ തൂക്കിയിട്ട് തിരിച്ച് പറയുമ്പോൾ അവർക്ക് കുറച്ച് പേടി വരുന്ന ഒരു സെറ്റപ്പ് ഇപ്പോൾ പേടി. കാരണം ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒക്കെ ആണെങ്കിലും ഇപ്പൊ തൂക്കുന്നു, പക്കയായിട്ട് തൂക്കും. ആള് പിടിച്ച് അത് സ്റ്റോറി ചെയ്തിട്ട് അവന്റെ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ ഇരിക്കും. നമുക്ക് നാണം കെടുത്താൻ പറ്റും, ഈസി ആയിട്ട് നാണം കെടുത്താൻ പറ്റും. ഇത് ഒന്നാമത്തെ കാര്യം, നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ചിട്ട് നമ്മൾ മിമിക്രി ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. നല്ലോണം ഹാർഡ് വർക്ക് എടുത്തിട്ട് നമ്മളതിനകത്ത് നിൽക്കുന്നത്. നമുക്ക് ഞാനെന്ന വ്യക്തിയെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, കെയർ. പക്ഷെ എന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഇത് എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുറപ്പായിട്ടും പറയും, ഇനിയും പറയും. തെറി പറഞ്ഞാൽ തിരിച്ചും തെറി പറയും. ഞാൻ അല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് അന്നം മേടിച്ചോളാം ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ തീരുന്നില്ല. എന്നെ ബാൻ ചെയ്താലും കുഴപ്പമില്ല, അടുത്ത പരിപാടി നോക്കും. പണിക്ക് പോയിട്ടുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കമൻ്റ് ഇടുന്നവരും കമൻ്റ് ഇടിയിപ്പിക്കുന്നവരും ആരാരും കുഴപ്പമില്ല. മിമിക്രി ചെയ്തിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അരിമടിക്കാൻ ഞാൻ ആർക്കും വാക്ക് കൊടുത്തില്ല. അപ്പം കമൻ്റൊക്കെ ഇടുമ്പോൾ നോക്കി കണ്ടു വിടും. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു ഉറപ്പായിട്ട് വിടും. പിന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണം. നമ്മളും ഈ ഒരു ഏജിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട്, ജനിച്ചു വളർന്ന സ്ഥലം വൈക്കം ആയതുകൊണ്ടൊക്കെ നമുക്ക് നല്ല കണക്ഷനും കമ്പനിയും നമുക്കൊക്കെ ഉണ്ട്. മിമിക്രി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഗഡ്സ് ഇല്ലെന്നുള്ള തോട്ടാരും മൈൻഡ് വെക്കണ്ട. ഞാൻ കമൻറ്റ് ഇടുന്നവരല്ല, കമൻറ്റ് ഇടിയിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് അറിയുന്നത്. കുഴപ്പമില്ല, നമ്മുടെ എയിം ഇതല്ല. അതുകൊണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല, അത് വേറെ അടുത്ത് അയക്കുമായിരിക്കും. എന്തൊക്കെ ഞാൻ ഇവന്മാരുടെ അടുത്ത് എപ്പോഴും പറയും, എത്തിക്സ് വിട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് നിലപാട് വിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. എൻ്റെ വീഡിയോക്ക് നെഗറ്റീവ് കമൻറ്റ് ഒരൊറ്റ വീഡിയോ ഞാൻ കളഞ്ഞിട്ടില്ല, ഒരു വീഡിയോയിലും ഞാൻ കളഞ്ഞിട്ടില്ല. നെഗറ്റീവ് കമൻറ്റ് എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പണിയെടുത്ത് വിട്ടിരിക്കും. ഒറ്റ വീഡിയോ ഞാൻ കളഞ്ഞിട്ടില്ല, അവിടെ കിടക്കണം. വ്യൂസ് കുറഞ്ഞ വീഡിയോ ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല, വ്യൂസ് കുറഞ്ഞിട്ട് ഒറ്റ വീഡിയോ ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം അതെൻ്റെ ഗ്രോത്താണ്. ആ കണ്ട 24,000 പേരുണ്ടെങ്കിൽ 24,000 പേര് കണ്ടതല്ലേ, അവരെ ഞാൻ ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ എത്ര 2,000 പേര് കണ്ടുകൊണ്ടിരുന്ന വീഡിയോയാണ്. അതിപ്പോൾ 2 മില്യൺ ആണെന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ്. നമ്മൾ ബാക്കിയൊക്കെ ദൈവം തന്നോളും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സാധനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മടി, പൂർണ്ണമായിട്ട് ഇറങ്ങി നിൽക്കാനുള്ളൊരു സ്പേസ് ഇട്ടില്ല. കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ നല്ല രീതിയിലുണ്ട്. മാറിക്കഴിയുമ്പം കുറച്ചുകൂടെ ട്രാക്കാവും. അത് തന്നെയാണ് എന്നെ പല ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴും ഞാൻ പോയില്ല. ഞാൻ മിസ്റ്റർ കോട്ടയം കോമ്പറ്റീഷൻ വിൻ ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ എൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മിസ്റ്റർ സ്കെൽട്ടൺ പോലും തരാൻ പറ്റത്തില്ല. മെൻ്റലി ഡൗൺ ആണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് വീക്കായിട്ട് വീഡിയോ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. പക്ഷെ മാറും. ആകെ എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, എൻ്റെ ഇപ്പോൾ ഞാൻ പോണ ഏറ്റവും വേസ്റ്റ് ഫേസിൽ ഈ പോണ ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കൂളിലെ പിള്ളേരാണ്. കാരണം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ സങ്കടം വന്ന് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, ഗ്രോത്ത്, ഈ ഒരു ഏജ് അറിയാമല്ലോ,
ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഫോണിൽ അലാം നോക്കും, ഇങ്ങനെ എത്ര മണി 12 മണിയായി, എനിക്ക് സ്കൂളിൽ പോകണം എന്നുള്ള രീതി. അവിടെ പോകുന്ന നേരത്ത് ഒരു ഇതുമില്ലാണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചണ്ണ സാറങ്ങ് വിളിപ്പിക്കില്ലേ, ചേട്ടാ അണ്ണ, ആ സാധനങ്ങളോടാണ് ഞാൻ അവരോടത്തോടെ പോകണേ. ആ പിള്ളേരുടെ കൂടെ ഞാൻ ആ 2 മാസം അത്ര ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ഞാൻ ആ ഡിപ്രഷനിലേക്ക് പോയില്ല. അവർക്കറിയില്ല, അവർക്കതറിയത്തില്ല എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. ചില പിള്ളേർ കണ്ടുപിടിക്കും എന്തോ പ്രശ്നമുണ്ട്, അപ്പം ഞാനില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഉണ്ട് എന്തോ ഉണ്ട്, ഇല്ലടി ഇല്ല കുഴപ്പമില്ല ഇല്ലെന്നേ ഉണ്ട് എന്ന് പറയുന്നത് തർക്കിക്കുമ്പോൾ ഞാൻ പിന്നെ ഗെയിമിൻ്റെ അകത്തേക്ക് വിട്ടങ്ങ് പോകും. പക്ഷെ അവർ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. ഇപ്പോഴും അതെ, എനിക്ക് അവരെ വൺസ് ഇൻ എ വീക്ക് കാണണം. ഞാൻ കുറേ പേര് ഈ വർഷം പാസ് ഔട്ട് ആവും, അവരൊരു 6, 7 ക്ലാസ് തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അവരങ്ങ് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ല. വിവേകാനന്ദ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, നിൻ്റെ ഈ കോക്കോയ്ക്ക് നിൽക്കുന്ന പിള്ളേർ നീ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെ അതുപോലത്തെ പിള്ളേരാണ്, ഭയങ്കര വകതിരിവില്ലാത്ത പിള്ളേരാണ്, അവർ ബിൽഡപ്പാണ്, ഇങ്ങനെ അതീത് ടീച്ചർമാരെ അതീത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് വരാൻ നേരത്തെ എനിക്ക് അങ്ങനെ ഫീൽ കിട്ടില്ല. അല്ല കിടുക്കൻ ഇങ്ങനെ ചാടി ഇങ്ങനെ കുഞ്ഞു പിള്ളേരില്ലേ, അവരുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതിനകത്ത് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കുറെ പേരെന്നോട് പിണങ്ങും, അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നമുക്ക് ഏജ് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വൈബ് കിട്ടും. അതെനിക്ക് കൂളാവും, ഞാൻ എൻ്റെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ. കാരണം വരുമ്പോൾ തന്നെ വന്നിട്ട് കോച്ച് എന്നുള്ള രീതിയിലല്ല, അവിടുത്തെ ടീച്ചറുണ്ടല്ലോ ആരാ ഇങ്ങനെ പറയുമ്പോൾ പണ്ട് ഞാനും പറയുമായിരുന്നു എൻ്റെ ടീച്ചറിനെ പറ്റി പറയുമ്പോൾ ഞാൻ വരരുത് ഇവിടെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം ഞാൻ എൻ്റെ പഴയ ഇതിനകത്തേക്ക് പോവാ. അങ്ങനെ നല്ല രസമാണ് അവരുടെ കൂടെ. ഞങ്ങൾക്ക് കോളേജ് ടൈമില് സ്കൂളിലൊന്നും കിട്ടിയിട്ടില്ല, കോളേജിലൊക്കെ. ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ ഇപ്പൊ വേറെ സ്കൂളിലും കൂടെ കോച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വേറൊരു വല്ലകത്തൊരു സ്കൂളിലും കൂടെ പോകുന്നുണ്ട്, മോട്ടും പോകങ്ങ് മാറി. ഞാൻ പറഞ്ഞു കളിക്കാനാണല്ലേ, ഓ എനിക്ക് കാലുമേലെ ഇഞ്ചുറി, ഞാൻ എനിക്ക് ഇന്ന് കൈക്ക് പനിയാണെന്നാ, ഞാൻ ജസ്റ്റ് ഇറങ്ങാം, ആ സാധനം ഭയങ്കര ഈഗോയി. ഞാൻ പറഞ്ഞു അവിടുത്തെ പിള്ളേർ നന്നായിട്ട് കളിക്കും, നിങ്ങളോട് ചിലപ്പോൾ മാച്ചൊക്കെ വരും, ചിലപ്പോൾ തോറ്റുവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാൻ നേരത്തെ പെട്ടെന്ന് ഇപ്പോൾ പോകണ്ട, എനിക്ക് രാത്രി മെസ്സേജ് അവരോട് പോകണ്ട. ഞാൻ പറഞ്ഞു ഇല്ല ഇപ്പോൾ പോയിട്ട് ഒരാഴ്ചയായി. പോകുന്നു വേണ്ട എന്തിനാ പോകണം എന്ന് വെച്ചാൽ അവരുടെ ഇതിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനത്തെ പിള്ളേർ. എൻ്റെ പെങ്ങളെക്കാളും പ്രായം കുറവുള്ള പിള്ളേരാണ്, പെൺപിള്ളേരാണ് അവിടുത്തെ ഏറ്റവും ആക്റ്റീവ്. അപ്പം എന്നോട് അവിടെ നിന്ന് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് അത് സ്റ്റേറ്റ് സിലബസാണ്, എന്നു ചോദിച്ചു എങ്ങനെയുണ്ട് സ്റ്റേറ്റ് സിലബസ്. ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റേറ്റ് സിലബസ് ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് വ്യത്യാസം. ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ്റെ കാര്യത്തിലും ഭയങ്കര കോർഡിനേഷനാണ്. എന്താ വ്യത്യാസം? നമ്മൾ ഡിസിപ്ലിൻ. അപ്പോൾ പറഞ്ഞ് അതാണ് CBSE പിള്ളേരുടെ. ഞാൻ പറഞ്ഞു ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഇവിടെയെന്ന് പറഞ്ഞു. അവിടുത്തെ പിള്ളേർ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ സ്റ്റേറ്റ് പ്രതീക്ഷ പോകുമ്പോൾ അവർ പക്ക ചാടി നിൽക്കും. ഇവർ ഞാനങ്ങനെ ലൂസാക്കി വിട്ടോണ്ടാണ്. പക്ഷെ കളിയോടെടുക്കാൻ നേരത്ത് ഭയങ്കര എനിക്ക് വേണ്ടി ചെയ്യും. എന്താ പറയുക, കളിക്കാൻ വേണ്ടി എനിക്ക് ചില സമയം നമ്മളറിയാണ്ട് തന്നെ നമുക്ക് സങ്കടം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കളിക്കാൻ ഇറങ്ങുന്ന ആ 2 മിനിറ്റിന് മുമ്പ് കൈ വെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എടാ ക്യാപ്റ്റൻ എന്നിട്ട് പറയടാ അണ്ണൻ അത്രയും കഷ്ടപ്പെട്ടാടാ, ഫുള്ള് കളയല്ലടാ. അപ്പോൾ ഞാനത് മാറി നിന്ന് കേൾക്കാൻ നേരത്തും വേറെ ടീച്ചേഴ്സ് കേൾക്കാൻ നേരത്തും പറയും നിന്നെ അവർ അത്ര കാര്യമായിട്ട് ഞാൻ കൊണ്ടുനടക്കുമാരെ. ആമ്പിള്ളേരെ ഞാൻ വീക്കെൻഡിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോകും, കറങ്ങാൻ പോകും, ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ഓളത്തിൽ നടക്കും, അനിയന്മാരെ പിള്ളേരെ പോലെ. പിന്നെ ഇവരുടെ ഒരു ഏജിൻ്റെ കുറേ വിച്ഛൃതികളുണ്ടല്ലോ, അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് അവന്മാരെ ഇറങ്ങാൻ പോകും, മിസ്സാവും ഇനി കുറേ നാളത്തേക്ക്. അത് കഴിഞ്ഞ് പയ്യെ കഥയൊക്കെ എഴുതി തുടങ്ങണം, പതിയെ എറണാകുളത്തേക്ക് മാറണം, ഇങ്ങോട്ട് വന്നാലേ പണി ഉണ്ടാക്കുള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഇത് തിരിച്ചറിവ് ഇപ്പോഴാണ് ഉണ്ടായത്. ഉടനെ ഒരു 6 മാസം കൊണ്ട് എറണാകുളത്തേക്ക് വന്ന് സെറ്റിൽ ചെയ്ത് പരിപാടി തുടങ്ങും. അത് ഇപ്പോൾ ഞാനും ഈ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായിട്ടു. അപ്പോൾ നമ്മൾ ആദ്യം സിനിമയിൽ അറിയാവുന്ന 2 പേരുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ എറണാകുളത്ത് നിൽക്കാൻ പറ്റും. എൻ്റെ വീട് പത്തനംതിട്ട, എറണാകുളത്ത് നിൽക്കാൻ പറ്റും. എറണാകുളത്ത് ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ നിൽപ്പുണ്ട്. അത് വിടണ്ട, എറണാകുളത്ത് നിന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്നു എനിക്കും പറ്റിയ മിസ്റ്റേക്ക് അതാണ്, ഇവിടെ വന്നില്ലെങ്കിൽ നടക്കില്ല. ഞങ്ങളുടെ അവിടെ നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എനിക്ക് ഭയങ്കര വലുതാണ്. വൈക്കം എന്ന് പറഞ്ഞ സാധനം ഞങ്ങളാരും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. കോട്ടയം വൈക്കല്ലേ? ഞങ്ങൾ വൈക്കത്തിൻ്റെ ഇപ്പം ഞങ്ങളുടെ പൂത്തോട്ടം എന്ന് പറയുന്ന അറ്റം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ അറ്റം കൈപ്പഴം ഉണ്ടല്ലേ ബണ്ട് റോഡ് വരെ ഞങ്ങളെല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ക്രിക്കറ്റ് കളിക്കാൻ പണ്ട് പോയിക്കൊണ്ടിരുന്നുണ്ട് ആ ഗ്രൂപ്പും ആക്കിയിട്ട് ബന്ധപ്പെട്ടവരെ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എവിടെ തന്നെ ഒരു പരിചയമുള്ള ഒരുത്തനുണ്ടാവും. ഞങ്ങളുടെ ഒരു വൈക്കത്ത് അഷ്ടമി എന്ന് പറയുന്ന അവിടെ ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് ഇതുണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള സപ്പോർട്ട് എൻ്റെ ഒരു ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്.
അച്ഛനൊരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മടിയാണ്. ഞാൻ പറഞ്ഞതാ, എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞാൽ, ഇച്ചിരി വിച്ചെറുതിയാണ്. പക്ഷേ അവനെപ്പോഴും പറയും, നീ മടിയും വെച്ച് എനിക്ക് ഇത്ര ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കി ഒന്ന് ആയിട്ട്. പക്ഷേ അയാളുടെ പ്രശ്നം ഇതാണ്, നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, അന്നത്തേക്ക് പോകാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു തോട്ട് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അങ്ങനെ മാറി മാറി പോവുകയാണ്, എന്തോ ഒഴിവാക്കുകയാണ് ബോധപൂർവം എന്ന് പറഞ്ഞാല്. ഇതിൽ നിന്ന് ചേട്ടനൊരു 5 ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുക, രണ്ട് ആക്ടേഴ്സിന്റെ വോയിസ് എടുക്കണം. അർജുൻ അശോകൻ ഭ്രമയോഗം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, ഇത് കരുക്കള്, ഇത് രണ്ടും പോയിട എറിയുമ്പോൾ വീഴുന്നുണ്ടെന്ന് നോക്കി കരു നീക്കണം, ആദ്യം ഇവിടെ കരുവത്തിനാൾ വിജയിക്കും. ഒക്കെ ഒരു ഭാഗ്യം പോലെ. അയ്യോ അടിയന് പോവാതെ പോയ, ഭക്ഷണം തന്ന ദൈവത്തിനും ഉറങ്ങാനുണ്ടെന്ന് തിരുമേനിക്കും ഒത്തിരി നന്ദി. പോരെ? എന്താണോ ദൂരി ഉണ്ടായിപ്പാണ് ഇവനൊക്കെ. ഇനി விஜய் சேதுபதி. ஒரு காசு கொடுத்து வேலை பார்க்குறதுக்கும் விசுவாசத்துக்கு வேலை பார்க்குறதுக்கும் வித்தியாசம் தெரியலன்னு நினைக்கிற. ஒரு சாம்பிள் காட்டுமா? ஹே இதெல்லாம் பத்தாதுடா. என்னடா நீ பண்ண போகிற? உனக்கு 2 நிமிஷம் டைம் தரேன். உனக்கு நான் 2 நிமிஷம் டைம் தரேன். முடிஞ்சால் உன்னையும் உங்கள் ஆளுகளையும் கூட்டி காப்பாற்றுக்க பாரு. அதான் தமிழ் தனுஷ். ஒருத்தர் தூங்கி இருக்கும்போது ஒரு கொசு வந்து கடிச்சுன்னு வச்சுக்க, அந்த கொசு பிறலாகாது. ஒரு நாள் முடிச்ச சொல்ல கடிக்கும் போது பட்டன் அடிச்சா பட்டினா போயிடும். ஒரு நாள் இந்த யார் இடத்துல வந்து யார்கிட்ட சீனை போட்டில் செஞ்சுடுவேன். ഒരു ഫോൺ കോൾ ചെയ്തേ മുറിൽ ഇപ്പം ലക്ഷങ്ങൾ വരും. എങ്ങനെയാ? അതാ വിശ്വാസം, ക്യാരക്ടർ. അത് കുത്തുവാള രാജേഷ് ഉണ്ടാക്കിയെടുത്താളാ. അതിൻ്റെ പേരിലാണ് ഇപ്പം മണ്ണ് വേണ്ടിയിരിക്കുന്നത്. ഈ സ്വർണ്ണം ഇല്ലെങ്കിൽ പിന്നെ അജേഷ് ഇല്ല. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു ആനന്ദേട്ടാ, ഞാനാ നിങ്ങളെ കെട്ടാൻ പോകുന്നത്. ആനന്ദേട്ടൻ്റെ ഒരു കാര്യം അറിയോ? എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ ആനന്ദേട്ടനെ. എൻ്റെ ആനന്ദേട്ടൻ ഇല്ലെങ്കിൽ ഈ ഞാനും ഇല്ല. പോരെ? അയ്യോ ജയറാമേട്ടൻ എന്താ പറയുക? എന്താ മോൻ്റെ പേരെന്താ? എൻ്റെ പേര് റോഷൻ. റോഷിൻ നല്ല പേരാണ്, നല്ല പേരാ. ഒരു ആനയ്ക്കൊക്കെ ഇടാൻ പറ്റിയ പേരാ. സ്ഥലം എവിടെയാ? പത്തനംതിട്ട. റോഷൻ നല്ല ആനയാ, കൊമ്പനാ. ഒത്തിരി സന്തോഷം. ടോക്കിംഗ് പോയിൻ്റ് എന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിലും എൻ്റെ ആനകളെ പറ്റിയൊക്കെ സംസാരിക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. എൻ്റെ കണ്ണൻ്റെ പ്രായമേ ഉള്ളൂ, ചക്കിയുടെ പ്രായമുള്ള ആരെയും കണ്ടില്ല. ഏതായാലും ഒത്തിരി സന്തോഷം. എന്തോ മേളമൊക്കെ ഞാൻ കംപ്ലീറ്റാണ് വിട്ടു. ഇപ്പം നാസിക് ദോല ഒരു പരിപാടി, ചെന്നൈയിൽ നല്ല മാർക്കറ്റാ. ശരി, സന്തോഷം. ഓക്കെ. ഇനിയിപ്പം വൈക്കത്തിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും സ്ക്രിപ്റ്റോ പരിപാടിയോ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, കഴിഞ്ഞിരിക്കുക. സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് 3 എണ്ണം. വൈക്കം ബേസ് അല്ല, 3 സ്ക്രിപ്റ്റ് ഉണ്ട് കയ്യിൽ. ഒരെണ്ണം ഞാൻ മലയാളത്തിലെ ടോപ്പ് 5 ടയറിൽ നിൽക്കുന്ന ഒരു ആക്ടറിൻ്റെ അടുത്ത് കഥയും പറഞ്ഞ് കറക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ആരെയും പറയത്തില്ല, മലയാളത്തിലെ ഏറ്റവും ടോപ്പ് 5 നിൽക്കുന്ന ഒരു ആക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ അതിൻ്റെ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്ക്രിപ്റ്റ്. ബാക്കി 2 എണ്ണം പറയണം. ഒരെണ്ണം അർജുൻ ചേട്ടൻ്റെ അടുത്ത് പറയാൻ നിൽക്കും ആഗ്രഹം, ബിസിയാണ് ആൾ. ഒരെണ്ണം ഷെയ്ൻ നിഗം അല്ലെങ്കിൽ ആൻ്റണി പെപ്പെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം. പറയും, ഉടനെ പറയും. ഫൈനൽ സ്ക്രിപ്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോയി പറയണം. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഫുൾ ടീം കാണുമോ? അതാണ് ആഗ്രഹം. ഒരു പടം ചെയ്ത് ആദ്യത്തെ പടത്തിൽ ചിലപ്പോൾ ഒന്നും നടത്തില്ല, പക്ഷെ പിന്നെ ചില പടത്തിൽ അന്ന് ഒന്നും അല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ വന്ന പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, കാണിക്കും, ഉറപ്പായിട്ട് കാണിച്ചിരിക്കും. ഞാൻ മാറുന്നതിന് കുഴപ്പമില്ല. അന്ന് അഭിനയിക്കാൻ നിന്നവർ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എൻ്റെ ബാക്ക് ഡ്രോപ്പിലും ഫ്രണ്ടിലോട്ടൊക്കെ ഉണ്ടാവും. 100% ഷുവറാണ്. അതാണ് ആഗ്രഹം, ഡ്രീം. സംഭവിക്കും. അതിനോട്ടുള്ള കഷ്ടപ്പാട് പോട്ടോ. കാരണം ഞാൻ എന്ത് പറഞ്ഞ് വിശ്വസിക്കും. ഞാൻ പറയുക, ഒരു കിണ്ണൻ സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്, അത് ചെയ്ത ഞാൻ പറയും. ഷിഫാസ് എന്ന് പറഞ്ഞവൻ്റെ കാര്യമാണ്. അത് ചെയ്താ അവൻ തിരിഞ്ഞു നോക്കണ്ട, എന്തിലും വരുടാ. അവന് ഈ പറയാം എറണാകുളത്ത് ഒരു 40 എന്തായാലും വരും. 40 എടുത്തു, പൈസ നമുക്ക് ശരിയാന്നേ, എടുത്തു, സാധനം എടുത്തു. അവൻ പറയണം, നിനക്ക് അതിനകത്ത് ചെറിയ വേഷമൊക്കെ ഉണ്ടാവുള്ളൂ. വേഷത്തിൻ്റെ അല്ല, സാധനം രക്ഷപ്പെടും. രക്ഷപ്പെടും നമുക്ക് എല്ലാവർക്കും പിന്നെ രക്ഷപ്പെടല്ല. ആ സാധനമാണ്.
അത് അവനല്ല എല്ലാവരും. ഇപ്പം പ്രതീക്ഷേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വർഷങ്ങളായി. അല്ല നമ്മളിപ്പോൾ പെൻഷന് സ്റ്റൈഫൻഡ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഞങ്ങളൊന്നുമല്ല സമയത്ത് ഞങ്ങളൊരു ചേട്ടാ ഒരു വീഡിയോ 1.5 മിനിറ്റ് കൂടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തുടങ്ങിയതാണ്. പുള്ളി അന്ന് ഓക്കെ പറഞ്ഞതാണ്. പിന്നെ പുള്ളിക്ക് ഇപ്പം ഞങ്ങൾ ശല്യം. എന്ത് ചെയ്താലും പുള്ളി ചോദിച്ചു ഞാൻ തമാശക്ക് ആരാ എഡിറ്റിങ്? ഞാൻ പറഞ്ഞു അതാ പ്രതീക്ഷ എന്ന് പറഞ്ഞ പുള്ളി. ഞാനല്ലേ ഇത് പൈസ കൊടുക്കുന്നത് പുള്ളി ചെയ്യും. അങ്ങനെ ആയി. അങ്ങനെ ടീമാണ്. അപ്പം അവരെല്ലാവരും ഓടിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഡ്രീം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ആ ഡ്രീം നടക്കട്ടെ. ഉടനെ തന്നെ ബിഗ് സ്ക്രീനിൽ ഉടനെ തന്നെ ഇപ്പോൾ വരും. ബാക്ക്ഡ്രോപ്പിൽ അല്ല സിനിമ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് നന്നായിട്ട് അറിയാം. ഈ നിമിഷം തന്നെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ശരിയല്ല. എന്നാലും ഉടനെ തന്നെ ബിഗ് സ്ക്രീനിൽ വരാനും അതിൻ്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കാനും എല്ലാമായിട്ട് സാധിക്കട്ടെ. ഇനി അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ വരണം. ടീമായിട്ട് വരണം. അതിന് മുന്നേ ഞാൻ ഉറപ്പായിട്ടും വരും. പറ്റുമെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ചെയ്യും. എൻ്റെ തൊണ്ടയുടെ ഒരു ചെറിയ പ്രശ്നമാണ്. എനിക്ക് കൂടുതലായിട്ട് മിമിക്രിയുടെ കണ്ടന്റ് നമ്മുടെ ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരാളായിട്ട് ഞാൻ വരും. ആ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ തൊണ്ടയുടെ ത്രോട്ട് ഇൻഫെക്ഷൻ അടിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ മിമിക്രി കണ്ടന്റ് എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതേ റോഷന് ഇവിടെ വെച്ച് വാക്ക് കൊടുക്കുകയാണ്. എൻ്റെ ത്രോട്ടിൻ്റെ ഇതൊക്കെ മാറി എല്ലാം ഓക്കെ ആയതിനു ശേഷം കിടുക്കൻ കുറേ മിമിക്രിയുടെ കണ്ടന്റുമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ വരും. ആ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അടിപൊളിയാക്കാം. എൻ്റെ കൂടെ കുറച്ച് നമ്മുടെ ടീമിനെയൊക്കെ ഞങ്ങൾ കൊണ്ടുവരാം, എന്നിട്ട് ചെയ്യാം. അപ്പം അത് ആദ്യം തന്നെ പറയാം. അത് ഇതാദ്യം കാണിക്കണോട്ടോ. ഫസ്റ്റ് ഇത് കാണിക്കണേ ത്രോട്ട് ഇൻഫെക്ഷൻ ആണെന്ന് കാണിച്ചിട്ട് ഡോക്ടറിൻ്റെ ഇതൊക്കെ ഉണ്ട് എൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടാണ്. എനിവേസ് താങ്ക് യു. ഇങ്ങനൊരു ഭാഗമായിട്ട് വരാൻ പറ്റിയ സഞ്ജു. അതിന് മുമ്പ് ചേട്ടൻ വൈൻഡപ്പ് ചെയ്യുമ്പോഴേ ഈ ചേട്ടൻ്റെ എടുക്കുന്നതിനകത്ത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സൗണ്ട് വിനായകൻ ചേട്ടൻ്റെ. വിനായകൻ ചേട്ടൻ്റെ സൗണ്ടിൽ നിന്ന് വൈൻഡപ്പ് ചെയ്ത് അല്ല ഇതാരാണ് ആരായാലും കുഴപ്പമില്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോക്കിംഗ് പോയിന്റ് എന്നൊരു യൂട്യൂബ് ചാനലിൽ കയറി കാണണം. എൻ്റെ ടോക്കിംഗ് പോലെയല്ല, മാന്യമായ സംസാര ശൈലിയാണ് ഈ ടോക്കിംഗ് പോയിന്റിലുള്ളത്. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു, നന്മകൾ നേരുന്നു. നന്ദി നമസ്കാരം. ശരി എല്ലാവരും. അപ്പോൾ താങ്ക് യു.